കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനയും കേട്ടതുകൊണ്ട് ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവ്, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവൻ എന്നോട് നമ്മുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ സന്തോഷമാണ്. ഇന്ന് രാവിലെ കാലം ഭക്തനെ ദൈവം ശക്തമായി ഇവിടെ ഉപയോഗിച്ചു. കഴിഞ്ഞ രാവിലെ കാലം ഹല്ലേലൂയ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ഹല്ലേലൂയ, ഒരു നല്ല അധ്യാപകൻ ക്ലാസ് എടുക്കുന്നത് പോലെ അല്ലെങ്കിൽ ആത്മനിറവിൽ നമുക്ക് ദൈവത്തിൻ്റെ വചനം പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ ദൈവസഭയ്ക്ക് വേണ്ട അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നൽകി തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവദാസൻ്റെ പേര് നമ്മൾക്ക് രാവിലെ നമ്മൾ പറഞ്ഞതുപോലെ ഹല്ലേലൂയ പാസ്റ്റർ മോഹൻകുമാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അദ്ദേഹം വെള്ളറട AG പ്രിസ്ബിറ്ററാണ്. വെള്ളറട AG സഭയുടെ വെള്ളറട പ്രിസ്ബിറ്ററാണ് അദ്ദേഹം ആര്യങ്കാവ് എന്ന സ്ഥലത്ത്, അരിയങ്കോട് എന്ന സ്ഥലത്ത് AG സഭയിൽ ശുശ്രൂഷിക്കുന്നു. അതോടൊപ്പം പ്രിസ്ബിറ്ററായിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേളയിൽ വളരെയധികം പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൃത്യനാണ്. രാവിലെ കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ വൃത്തിനെ ശക്തമായി നമ്മുടെ മധ്യ ഉപയോഗിച്ചു. നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. തുടർന്നും കർത്താവ് ശക്തമായി തൻ്റെ വൃത്തിനെ നമ്മുടെ മധ്യ ഉപയോഗിക്കാൻ പോവുകയാണ്. വിലയേറിയ കർത്തൃദാസനെ സ്നേഹത്തോടെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വവും. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വന്ദനം. നിങ്ങളുടെ ഈ പ്രത്യേക പ്രാർത്ഥനയിൽ എനിക്കും സംബന്ധിക്കുവാനും നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാനും കഴിഞ്ഞതിൽ ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ തലമുറയിൽ ഒരു ഉപദേശിയാകാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഞാനൊരിക്കലും കാണുകയും പരിചയപ്പെടുകയും ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ മുമ്പിലും ദൈവജനവുമായി നിൽക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. എല്ലാറ്റിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. PMG എന്ന ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ ജനറൽ പ്രസിഡൻറ്റും ഈ സഭയുടെ സീനിയർ പാസ്റ്ററും വളരെ അനുഗ്രഹിക്കുന്നതിനായ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, സ്നേഹവും ബഹുമാനമുള്ള പാസ്റ്റർ MA വർഗീസ്, പ്രിയ പാസ്റ്റർക്ക് ഞാൻ വളരെ സ്നേഹത്തോടെ വന്ദനം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ യോഗം സന്ധ്യാസമയം വളരെ ഭംഗിയായി അധ്യക്ഷത വഹിച്ച് നയിച്ച ബഹുമാന്യനായ ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ രാജീവ്, അതുപോലെ ഈ സഭയുടെ മറ്റ് സഹശുശ്രൂഷകന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം വന്ദനം പറയുക. പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എല്ലാറ്റിനും കാരണഭൂതനായ ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യും. നമ്മൾ രാവിലെ വായിച്ച വാക്യം ഒന്നുകൂടി നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യം. പെട്ടെന്ന് കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രത്യക്ഷനായി അറയിലൊരു വെളിച്ചം പ്രകാശിച്ചു. അവൻ പത്രോസിനെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണുപോയി. ഹല്ലേലൂയ. ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ മഴ ഒരു കാരണമാണ്. ആളുകൾക്കൊക്കെ വരാൻ സമയമായപ്പോൾ മഴ പെയ്തു. എന്നാലും നമുക്ക് ഇത്രയും പേർക്ക് വരാൻ കഴിഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. പല ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ യോഗം ശ്രദ്ധിക്കുന്ന ദൈവമക്കളുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. വായിച്ച വാക്യം നമുക്കേറെ പരിചയമുള്ളതാണ്. ഈ വാക്യത്തോടൊപ്പം വ്യാപരിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ ശക്തിയുണ്ട്. അതിന്ന് രാത്രി ഇവിടെ വ്യാപരിക്കും. ഈ ശബ്ദം ചെല്ലുന്ന എല്ലായിടവും അത് വ്യാപരിക്കും. അത് ദൈവവചനത്തോടുള്ള ദൈവത്തിൻ്റെ മഹത്വകരമായ ഒരു പ്രത്യേകതയാണ്. ശുശ്രൂഷ എന്നത് അത് ദൈവത്തിൻ്റെതാണ്, ദൈവമാണ് ശുശ്രൂഷിക്കുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരായി ഞങ്ങളെ ഉപയോഗിക്കുന്നത്.
ഞാൻ ഈ വാക്യവും അതിൻ്റെ പശ്ചാത്തലവുമായ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ചെറിയ ഭാഗം പകൽക്കാലം വിശദീകരിക്കാനായിട്ട് ഇടയായി. ഈ വാക്യം നമുക്കേറെ പരിചയമുള്ളതാണ്. എന്നാലും ഈ വാക്യം നിങ്ങൾ ഇനി വായിക്കുമ്പം ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കും എന്ന് ഞാൻ നിശ്ചയമായി വിശ്വസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പത്രോസ് കാരാഗൃഹത്തിൽ മരണം മാത്രം കാത്തുകൊണ്ട് കിടക്കുകയാണ്. യാതൊരു സാധ്യതയില്ല. ജയിലിടിഞ്ഞാലും വെളിയിൽ വരില്ല എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും പത്രോസിന് ഒരു വിടുതലില്ല. യാക്കോബിനെ അറസ്റ്റ് ചെയ്ത് അപ്പോൾ തന്നെ കൊന്നു. പത്രോസിനെ അപ്പോൾ തന്നെ കൊല്ലുമായിരുന്നു, പക്ഷേ പെസഹ കഴിഞ്ഞിട്ടേ കൊല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ കാലതാമസം ദൈവമക്കൾ വളരെ ക്രിയാത്മകമായി ഉപയോഗിച്ചു. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥന, ഞാൻ ഒരു ഉപദേശി ആയതുകൊണ്ട് ഞാനിങ്ങനെ പകൽക്കാലം പറഞ്ഞത് പിന്നെ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ വളരെ പരിപാവനമായി ദൈവമുമ്പാകെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് പ്രാർത്ഥന. രഹസ്യ ജീവിതത്തിൽ പാപമുള്ളവർ, പിന്മാറ്റ സ്വഭാവമുള്ളവർ, അവർക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാൽ മതി. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചു നോക്കണം. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് കുറച്ച് മാറിപ്പോയി. രഹസ്യ പാപങ്ങളുണ്ട്, പിന്മാറ്റത്തിലുണ്ട്. പിന്മാറ്റം ജീവിതത്തെ പിടിച്ചിരിക്കുക. പരസ്യമായുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും വിഷയമല്ല. സദ്യ പ്രാർത്ഥനയ്ക്കോ ഭവനത്തിൻ്റെ പ്രാർത്ഥനയ്ക്കോ ഇതുപോലെയുള്ള യോഗങ്ങളിലോ സഭായോഗങ്ങളിലോ പരസ്യ സമയങ്ങളിലോ ഒക്കെ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അതങ്ങ് പ്രാർത്ഥിക്കുക, അത് വേറൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീകരെന്ന് വിചാരിക്കേണ്ട. പിന്നെ അന്യഭാഷ പറയുന്നത് കൊണ്ടും നമ്മൾ ആത്മീകരെന്ന് വിചാരിക്കേണ്ട. രഹസ്യ ജീവിതം വളരെ പരിപാവനമായി ദൈവത്തിന് ഹിതവും പ്രസാദവുമായത് ചെയ്ത് ദൈവമുമ്പാകെ വിശ്വസ്തയോടെ നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറെ ആവശ്യം. അപ്പോൾ പത്രോസ് കാരാഗൃഹത്തിൽ മരണത്തെ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടായിരിക്കുകയാണ്. അന്നേരമാണ് ദൈവസഭ പ്രാർത്ഥിക്കുന്നത്, ദൈവസഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. യാക്കോബിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ പ്രാർത്ഥിക്കാൻ ആളുകളില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ യാക്കോബിനെ കൊല്ലുകയായിരുന്നു. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുവാൻ ഒരു കാര്യത്തിൽ നമുക്ക് നിയോഗമുണ്ട്. ദൈവാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നുണ്ട്. പ്രാർത്ഥിക്കാനായി നമ്മെ ഒരുമപ്പെടുത്തുന്നുണ്ട്. സഭയായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നുണ്ട്. പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സമയമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്ക് വേണ്ടി ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ആളുകളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വിഷയത്തിന് വിടുതലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, വിടുതലുണ്ട്, മാറ്റമില്ല. അതേസമയം പ്രാർത്ഥിക്കാനായിട്ട് കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ ആളുകൾ ഒരുമപ്പെടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ വളരെ സാധ്യതകൾ കുറവാണ്. ഹല്ലേലൂയ. എന്തായാലും ദൈവം കാരാഗൃഹത്തിൽ ദൈവം തൻ്റെ വിശുദ്ധ ദൂതനെ അയച്ചു. ദൈവത്തിൻ്റെ ദൂതൻ കാരാഗൃഹത്തിൽ ഇറങ്ങി. അന്നേരം കാരാഗൃഹത്തിൻ്റെ ഇരുട്ടറ പ്രകാശിച്ചു. അവിടെ ഒരു പ്രകാശം ഉണ്ടായി. അതിനെക്കുറിച്ച് പകൽക്കാലം സംസാരിച്ചു. അടുത്ത് വായിക്കുന്നത്, അറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ പത്രോസിൻ്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, സഭയിൽ ചിലരെ അടിക്കേണ്ടതിന് വേണ്ടി ഹെരോദാവ് കൈനീട്ടി എന്നാണ് വായിക്കുന്നത്. കൈനീട്ടി എന്നാണ് വായിക്കുന്നത്. സഭയിൽ ചിലരെ ഉപദ്രവിക്കേണ്ടതിന് കൈനീട്ടി, അടിക്കാൻ വേണ്ടി കൈനീട്ടി. എന്നാൽ അതിൻ്റെ 23-ാം വാക്യം വായിക്കുന്നത്, ദൈവത്തിൻ്റെ ദൂതൻ ഹെരോദാവിനെ അടിച്ചു. അടിക്കാൻ കൈനീട്ടിയത് ആരാണ്? ഹെരോദാവ്. അടി കിട്ടിയത് ആരാണ്? ആർക്കാണ്? എന്നിട്ട് നമ്മൾ വായിക്കുന്നു, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ കർത്താവിൻ്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്ക് ഇരയായി. കൃമിക്ക് ഇരയായി. കൃമിക്ക് ഇരയായി എന്ന് പറഞ്ഞാൽ കൃമി ഇരയായോ ഇര കൃമിയായോ? എങ്ങനെയാണ്? ഇരയ്ക്ക് കൃമിയായി. ഞാൻ വായിച്ചിട്ട് എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നു, സിംഹം ആടിനെ ഇരയാക്കി. സിംഹം ആടിനെ ഇരയാക്കി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിംഹം ആടിനെ
തിന്നു. ഓക്കെ. അപ്പോൾ ഹെരോദാവിനെ കൃമികൾ എന്ത് ചെയ്തു? തിന്നു. ഇരയാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് തിന്നു. നമ്മൾ വിചാരിക്കും അല്ല മരിച്ചതേ ഉള്ളൂ ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ദൂതനെ അടിച്ച് ഒരു സംഘം കൃമിയൊന്ന് ആളിനെ തിന്നുകൊണ്ട് അങ്ങ് പോയി. പക്ഷെ രാജാവിനെ അടക്കാൻ പിന്നെ സാധനം ഇല്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യം 28 വന്ന് വായിക്കുന്നു, ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ അവർ നിർഭയം വസിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അപ്പോൾ ശത്രുക്കൾ മുമ്പാകെ മേശയൊരുക്കി നമ്മെ ശത്രുഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം എല്ലാ കാലത്തും തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി അയച്ച് നമ്മെ പരിപാലിക്കുന്ന മഹത്വത്തിൻ്റെ ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിൻ്റെ ദൂതനറിയാം ആരെ അടിക്കണോ ആരെ തട്ടണോ എന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദൂതന് കൃത്യമായിട്ടറിയാം. ഈ ദൂതൻ ഒരിക്കൽ പത്രോസിനെ തട്ടി, എന്നാൽ ഹെരോദാവിനെ അടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൂതൻ കാരാഗ്രഹത്തിൽ വന്ന് നിന്നിട്ട് പത്രോസിനോട് പറയാണ് വേഗം എഴുന്നേൽക്കാൻ. എന്താ വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞ? എന്താ? കാരാഗ്രഹമാണ്, റോമൻ കാരാഗ്രഹമാണ്, പടയാളികൾ വേറെയുണ്ട്, സ്പെഷ്യൽ സംവിധാനമുണ്ട്. അതുകൊണ്ട് പേടിച്ചാണോ ദൂതൻ വേഗം എഴുന്നേൽക്കാൻ പറഞ്ഞേ? ഈ ദൂതൻ ഒരിക്കൽ അരാം സൈന്യത്തിൻ്റെ പാളയത്തിൽ പോയിട്ട് അവിടെ സൈന്യത്തെ അടിച്ചു. രാവിലെ അവർ എഴുന്നേറ്റ് നോക്കിയപ്പോൾ 1,85,000 പട്ടാളക്കാർ ഇസ്രായേലിൻ ശത്രുപാളയത്തിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിന്ന് ഇസ്രായേലിനെ വെട്ടി വീഴ്ത്താൻ നിയോഗിക്കപ്പെട്ട 1,85,000 ശത്രു പടയാളികൾ ശവങ്ങളായി. ഈ ഒരു ദൂതൻ അവിടെ ചെന്നടിച്ചപ്പോൾ ആ ദൂതൻ കാരാഗ്രഹത്തിൽ നിന്നിട്ട് പേടിച്ച് പറയാണോ? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് വേഗത്തിലാണ്. 1.5 കൊല്ലം ആലോചിച്ച് ചെയ്യേണ്ടതല്ല, അത് വേഗത്തിലാണ്. ഹല്ലേലൂയ. ഒരിക്കൽ സക്കായി മരത്തിൻ്റെ മണ്ടേ കയറിയിരിക്കുകയാണ്. യേശു അതിൻ്റെ കീഴിൽ നിന്നിട്ട് പറഞ്ഞു, സക്കായിയെ നീ ഒന്ന് പതിയെ ഇറങ്ങി വാ. പതിയെ ഇറങ്ങി വരാനാണോ പറഞ്ഞേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാമാന്യ വിവേകമുള്ള ആരെങ്കിലും മരത്തിൻ്റെ മണ്ടേ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് വേഗത്തിൽ ഇറങ്ങാൻ പറയുമോ? അല്ലേ? അപ്പോൾ മരത്തിൻ്റെ മണ്ടയിലിരിക്കുന്ന ഒരാളിനെ വേഗത്തിൽ ഇറക്കണമെങ്കിലും നീ സൂക്ഷിച്ച് പതിയെ ഇറങ്ങുന്നേ പറയത്തുള്ളൂ. പക്ഷേ യേശു എന്താണ് പറഞ്ഞത്? വേഗം ഇറങ്ങി വാ. 38 വർഷം ബെഥേസ്ദാ കുളത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. 38 വർഷം കുളത്തിൻ്റെ ഇളക്കം ആ മനുഷ്യൻ കാണുകയാണ്. ഓരോ സമയം വെള്ളം ഇളകുമ്പോഴും അതിൻ്റെ അർത്ഥം വേഗം ഇറങ്ങി വാ, വേഗം ഇറങ്ങി വാ എന്ന അർത്ഥത്തോടു കൂടി വെള്ളം ഇളകുകയാണ്. ഇയാൾ 38 കൊല്ലം കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കൊല്ലം കൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, ദൈവകൽപ്പനകൾ അനുസരിക്കാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുക്കാൻ അത് വേഗത്തിലാണ്. സമയം ഇനിയില്ല. ഹല്ലേലൂയ. അപ്പൊ നോക്കൂ, വേഗത്തിൽ എഴുന്നേക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അടുത്ത് വായിക്കുന്നത്, ചങ്ങല അവൻ്റെ കൈമേൽ നിന്ന് വീണു. ചങ്ങല അവൻ്റെ കയ്യിൽ നിന്ന് വീണു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വേഗം അവനെ പിലാപർത്ത് തട്ടി അവനെ ഉണർത്തി. ഉടനെ അവൻ്റെ ചങ്ങല കൈമേൽ നിന്ന് വീണു. എന്നാൽ മറ്റ് പല പരിഭാഷകളിലും മറ്റ് പല ഭാഷകളിലും അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ചങ്ങലകൾ അവൻ്റെ കയ്യിൽ നിന്ന് വീണു എന്നാണ്. ചങ്ങല വീണു എന്നല്ല, ചങ്ങലകൾ വീണു എന്നാണ്. എന്താണ് ചങ്ങലകൾ വീണു എന്ന് എഴുതാൻ കാരണം? അതിൻ്റെ മുകളിലത്തെ വാക്യം, 6-ാം വാക്യം പറയുന്നത് പത്രോസിനെ 2 ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്നാണ്. 2 ചങ്ങല കൊണ്ട് ബന്ധിച്ചു എന്നാണ്. പത്രോസിന് 1 ചങ്ങല കൊണ്ട് ബന്ധിച്ച പോരായിരുന്നോ?
പത്രോസ് ഒരു സാധാരണക്കാരനല്ലേ. പത്രോസിനെ ഒരു ചങ്ങല കൊണ്ട് ബന്ധിച്ചാൽ മതിയായിരുന്നു. പക്ഷേ പത്രോസിനെ എന്ത് ചെയ്തു? 2 ചങ്ങല കൊണ്ട് ബന്ധിച്ചു. ഹല്ലേലൂയ. പത്രോസിനെ 2 ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അതുമാത്രമല്ല, റോമൻ സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും വളരെ ബലവത്തായ സംവിധാനമാണ്. എന്നാൽ പത്രോസിനെ ഈ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് റോമൻ സർക്കാരിൻ്റെ അതീവ ജാഗ്രതയിൽ ഉപയോഗിക്കുന്ന സ്പെഷ്യൽ പട്ടാളത്തെ അവിടെ കൊണ്ടുവന്നു. എന്താ കാരണം? പത്രോസ് ഒരു സാധാരണക്കാരനല്ലേ. പത്രോസിന് അവിടുത്തെ സാധാരണ സംവിധാനം പോരായിരുന്നോ? എന്തുകൊണ്ടൊരു സ്പെഷ്യൽ സംവിധാനത്തെ കൊണ്ടുവന്നു? പത്രോസ് ഒരു സാധാരണക്കാരനാണെങ്കിലും ശത്രു ഒരു കാര്യം തിരിച്ചറിഞ്ഞു. അവൻ്റെ മേൽ അസാധാരണമായ ഒരു ശക്തിയുണ്ട്. ആ അസാധാരണമായ ശക്തി അവനിലുള്ളതുകൊണ്ട് ഒരു ചങ്ങല കൊണ്ട് അവനെ ബന്ധിച്ചാൽ പോരാ, അവനെ 2 ചങ്ങല കൊണ്ട് തന്നെ ബന്ധിക്കണം. അസാധാരണമായ ഒരു ശക്തി അവനിലുള്ളതുകൊണ്ട് അവിടുത്തെ സാധാരണ സംവിധാനം പോരാ, ഒരു സ്പെഷ്യൽ സംവിധാനം വേണം. അത് ശത്രു തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തെ സേവിക്കുന്ന നിമിത്തമായി, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന നിമിത്തമായി, ദൈവത്തിന് മുമ്പാകെ ഉപവസിക്കുന്ന നിമിത്തമായി, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതം അർപ്പിച്ച നിമിത്തമായി നിങ്ങൾ സാധാരണക്കാരാണ്. പക്ഷേ നിങ്ങളിൽ അസാധാരണമായൊരു ശക്തി വ്യാപരിക്കുന്നു എന്ന് ഇന്ന് രാത്രി നിങ്ങൾ മറന്നുപോകരുത്. നമ്മളിൽ അസാധാരണമായ ഒരു ശക്തി വ്യാപരിക്കുന്നു. അത് ദൈവാത്മാവിന്റെ ശക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അത്ഭുതം എന്ന് പറയുന്നത് അത് ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമല്ല. അത് തുടർമാനമായി സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. നിങ്ങളെ വളരെ ശ്രദ്ധിക്കൂ. ചില വിശ്വാസികളുടെ ജീവിതത്തിൽ, അവരെ വിശ്വാസ ജീവിതത്തിൽ വരുന്ന പ്രാരംഭ സമയം ചില അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. അത്ഭുതം കണ്ടുകൊണ്ടാ ചിലർ വിശ്വാസത്തിൽ വരുന്നേ. പക്ഷേ കുറേ കാലം കഴിയുമ്പം പിന്നെ അത്ഭുതങ്ങളൊന്നും സ്വന്തം ജീവിതത്തിൽ നടക്കാറില്ല. പല പ്രശ്നങ്ങളിൽ അത്ഭുതം നടക്കാതെ കുരുങ്ങിയിരിക്കുന്ന അനേക വിശ്വാസികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അത്ഭുതം ഒരിക്കൽ നടന്നിട്ട് പിന്നെ നടക്കാതിരിക്കേണ്ട ഒന്നല്ല. അത്ഭുതം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തുടർമാനമായി സംഭവിക്കേണ്ട കാര്യമാണ്. എന്താണ് ദൈവത്തിന് വചനം പറയുന്നത്? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പണ്ടൊരു അമ്മച്ചിയോട് പറഞ്ഞു, അല്ലെങ്കിൽ പാസ്റ്ററെ, നന്മയും തിന്മയും നമ്മളെ പിന്തുടരുമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നന്മയും തിന്മയും പിന്തുടരുമെന്നല്ല, നന്മയും കരുണയും. കരുണ എന്ന് പറയുന്നത് അതെന്താണ്? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. ചില അപ്പന്മാർക്ക് ഒരു കരുണയും കാണത്തില്ല. ചിലർക്ക് വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു കരുണ ഉണ്ടാകത്തുള്ളൂ. അപ്പന് കരുണ ഉണ്ടായി വരാൻ ഇത്തിരി പ്രയാസമാണ്, ഒരുപാട് പ്രയാസമാണ്. പക്ഷേ കരുണയുള്ള ഒരു അപ്പനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. അവൻ അപ്പനെ വിഷമിപ്പിച്ച്, അപ്പനെ ഒരു തരത്തിൽ ദ്രോഹിച്ച്, എല്ലാം വിറ്റ് കാശാക്കി ബാഹിലാക്കി അവനെ UP-യിലേക്ക് പോയി, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് പോയി, അല്ലെങ്കിൽ ബോംബെയിലേക്ക് പോയി. അവൻ എവിടെ പോയി? അതെല്ലാം ചിലവഴിച്ച ശേഷം അവനെ ആഹാരത്തിന് വകയില്ലാതെ അവനെ പന്നി മേയ്ക്കുന്ന തൊഴിലിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് കുടുംബത്തിൽ പിന്മാറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടരുത്. ചില പിന്മാറ്റക്കാർ ഉള്ള കുടുംബത്തിലെ സഹോദരിമാരും സഹോദരന്മാരും ഈ ഉണർവ് പ്രസംഗം കേട്ടിട്ട് വീട്ടിൽ ചെന്നൊരു പ്രസംഗം അങ്ങ് പ്രസംഗിക്കും. അയ്യോ, വന്ന പാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, തീ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇടി വരുമെന്ന് പറഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കും. മിക്കവാറും അതൊക്കെ അവിടെ സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് പ്രസംഗം അവിടെ ചെന്ന് നിങ്ങൾ പ്രസംഗിക്കരുത്. അതിന് ഞങ്ങൾ ഇവിടെ ദൈവദാസന്മാരുണ്ട്, ഞങ്ങൾ ഒന്നങ്ങ് പ്രസംഗിക്കും.
നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ പരിജ്ഞാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. അവിശ്വാസിയായ ഒരു ഭർത്താവ് ഒരു സ്ത്രീക്കുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ രക്ഷിക്കപ്പെടും. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാണ് എഴുതിയിരിക്കുന്നത്? അങ്ങനെയല്ല. പിന്നെന്താണ് എഴുതിയിരിക്കുന്നത്? നിന്റെ നല്ല നടക്ക കണ്ട് അവരെന്ത് ചെയ്യും? അവർ വചനം കൂടാതെ, നിന്റെ നല്ല നടക്ക കണ്ട് വചനം കൂടാതെ. അപ്പോൾ ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തെക്കാൾ എത്രയോ വലിയ പ്രസംഗം എന്നറിയാമോ? നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതമാണ് പ്രസംഗം. നമ്മുടെ ജീവിതമാണ് പ്രസംഗം. നമ്മുടെ എം എ വർഗീസ് പാസ്റ്റർ നല്ല പ്രസംഗിക്കുന്ന ആളാണ്. എം എ ജോൺ പാസ്റ്റർ നല്ല പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ അവരുടെ പ്രസംഗത്തെക്കാൾ നമ്മൾ ലോകം വിലയിരുത്തുന്നത് അവരുടെ ജീവിതം അതിനേക്കാൾ വലിയ പ്രസംഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുടുംബത്തിൽ രക്ഷിക്കപ്പെടാത്ത അംഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് പ്രസംഗിക്കുകയല്ല, പിന്നെന്താണ് ചെയ്യേണ്ടത്? നല്ല നടക്കുക. ചിലർ നല്ല നടക്കുക അങ്ങ് മാറ്റിയിട്ട് ഉപവാസത്തിൽ അങ്ങ് നടക്കും. അപ്പോൾ ഉപവാസിക്കുന്നത് നല്ലതാണ്, അത് ചെയ്യണം, അത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായ കാര്യമാണ് നല്ല നടക്ക. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ പിന്മാറ്റക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടേണ്ട. അവർ പോയാൽ എവിടം വരെ പോകുമെന്നറിയാമോ? അവർ പോയാൽ പന്നികളുടെ അടുക്കൽ വരെ പോകും. പ്ലേറ്റ്, ആഹാരത്തിൻ്റെ പാത്രം രണ്ടുപേർക്കും ഒന്നായിരിക്കും. അന്നേരം അവന് ബോധ്യം വന്നു. എന്താണ് ബോധ്യം വന്നത്? അയ്യോ, എൻ്റെ അപ്പൻ എന്തോരപ്പൻ, നല്ല അപ്പൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ വീട്, എൻ്റെ സഭ. അവിടെ ആര്? എം എ വർഗീസ് പാസ്റ്റർ പ്രസംഗിച്ചോ? എം എ ജോൺ സാർ പ്രസംഗിച്ചോ? അവിടെ ഏതെങ്കിലും ഒരു കൺവെൻഷൻ കേട്ടോ? അല്ലെങ്കിൽ ഇതുപോലെ ഒരു ലൈവ് അവർക്ക് അദ്ദേഹത്തിന് കാണാൻ പറ്റിയോ? പിന്നെന്താണ്? പണ്ടത്തെ ഓർമ്മ. നല്ല പെരുമാറ്റം, കൂലിക്കാരോട് എത്ര സൗമ്യമായി പെരുമാറുന്നു, സഭയിൽ എത്ര ഭക്തനായിരിക്കുന്നു, ആ ഓർമ്മ. എൻ്റെ അപ്പൻ. അവിടെ വെച്ച് അയാൾ തീരുമാനം എടുത്തു. ഒരു പ്രസംഗം ഉണ്ടായില്ല. പണ്ടത്തെ ജീവിതത്തിൻ്റെ ഓർമ്മ. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതമാണ് പ്രസംഗത്തെക്കാൾ വലിയ പ്രസംഗം. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും പ്രസംഗിക്കാൻ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ഏറ്റവും വലിയ പ്രസംഗത്തെക്കാൾ വലിയ പ്രസംഗമാണ് നിങ്ങളുടെ ജീവിതം. ഹല്ലേലൂയ. നിങ്ങളുടെ നാടെവിടെയാണ്? നിങ്ങളുടെ വീടെവിടെയാണ്? ആ ജംഗ്ഷന്റെ പേരെന്താണ്? അത് പേരൂർക്കടയാണോ? അവിടെ യേശു വന്ന് നിന്നിട്ട് ഞാൻ യേശുവാണ്, വരുവീൻ എന്ന് യേശു പറയില്ല. അതിന് പകരം, യേശുവിന് പകരം നിങ്ങളുടെ പ്രാദേശിക ദേശത്ത് നിങ്ങളെയാണ് ദൈവം വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അവനൊരു തീരുമാനമെടുത്തു. എന്താണ്? ഞാൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. അപ്പനോട് പറയും, അപ്പാ, ഞാൻ അങ്ങയോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു, അങ്ങയുടെ മകനാണെന്ന് ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എന്നെ ആക്കണമേ. തീരുമാനമെടുത്തു. നമ്മുടെ പെന്തിക്കോസുകാർ തീരുമാനമെടുക്കും. എങ്ങനെയറിയാമോ? ഇതിനേക്കാൾ വലിയ തീരുമാനമെടുക്കും. എവിടെ? ഇതുപോലെ ഉണർവ് പ്രസംഗം കേൾക്കുമ്പം. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ തീരുമാനം 60% ആകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ എത്രയാവുമെന്നറിയാമോ? അത് 30 ആകും. പിറ്റേ ദിവസം ആകുമ്പോൾ എന്താ സംഭവിക്കുമെന്നറിയാമോ? അത് 0 വരും. കാര്യം എന്തെന്നറിയാമോ? ഇവർ മത്തായി സുവിശേഷം മാത്രമേ വായിക്കാറുള്ളൂ. അതിലെന്താണ് എഴുതിയിരിക്കുന്നത്? വിതയ്ക്കുന്നവൻ വിത്തുമായി പോയി. ചിലത് അവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം ചില നല്ല വിലത്ത് വീണത് എന്താണ്? 100, 60, 30 മേനി. അപ്പോൾ അതുകൊണ്ട് ആദ്യം അവർ പ്രസംഗം കേൾക്കുന്നതും 100 മേനി അങ്ങ് വളരും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അത് 60. പിറ്റേ ദിവസം ആകുമ്പം, അടുത്ത ദിവസം ആകുമ്പം. പക്ഷേ യേശു പറഞ്ഞ അങ്ങനെയല്ല. മറ്റു സുവിശേഷങ്ങളെ പരിഭാഷയിലുള്ള വ്യത്യാസമാണ്. യേശു പറഞ്ഞത് 30, 60, 100. നിങ്ങൾ ഇന്ന് 100 ആകണ്ട. ഇന്ന് നിങ്ങൾ 30 ആയാൽ മതി. നാളെ പാസ്റ്റർ പ്രസംഗിക്കും, അപ്പോഴും നിങ്ങളൊരു 60 ആയാൽ മതി. അതിൻ്റെ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ 100 ആയാൽ മതി. പിന്നീട് എന്ത് ചെയ്യരുത്? പിന്നീട് താഴരുത്.
ബെഥേസ്ദ കുളപ്പിൻ്റെ കരയിൽ കിടക്കുന്ന മനുഷ്യൻ വെള്ള ഇളകുന്നതും അദ്ദേഹം എന്ത് ചെയ്യുമെന്നറിയാമോ? എഴുന്നേക്കും. വെള്ള ഇളകി. അദ്ദേഹം പറയുന്നത്, എന്നെ കൊണ്ടു ചെന്നാക്കാൻ എനിക്കാരുമില്ല, ഞാൻ തനിയെ ചെല്ലുമ്പോൾ. അപ്പോൾ തനിയെ ചെല്ലാൻ പറ്റും. അപ്പോൾ ഇഴഞ്ഞ് തനിയെ ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് വേറൊരുത്തൻ ഇറങ്ങി സൗഖ്യം പ്രാപിക്കും. ഇയാള് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ചിരിച്ചിട്ട് തിരിച്ചു വന്ന് കിടക്കും. എന്നാൽ പിന്നെ ഈ 10 വർഷമായപ്പം അയാൾ വിചാരിക്കാൻ തന്നെ, ഞാൻ കഴിഞ്ഞ മൊത്തം 38 വർഷം കിടന്നു ഈ രീതിയിലാണ്. 38 വർഷം ഇങ്ങനെയാണ്. വെള്ളം ഇളകുന്നതും എഴുന്നേക്കും, ഇഴയാൻ തുടങ്ങും, വേറൊരാൾ ഇറങ്ങും, സുഖം പ്രാപിക്കും. ഇത് കണ്ട് ചിരിച്ചിട്ട് അദ്ദേഹത്തിന് അസൂയയില്ല. എന്നിട്ട് തിരിച്ചു വന്ന് കിടക്കും. എന്നാൽ ഈ മണ്ടം 10 വർഷമായപ്പം വിചാരിക്കാത്തത്, ഞാൻ ഇത്രയും ദിവസം അങ്ങനെ ഇനിയും വെള്ളം ഇളകുമല്ല, ഇന്ന് അവിടെ കിടക്കാം, ഇനിയും വെള്ളം ഇളകുമല്ലോ, അപ്പോൾ ബാക്കി ഇഴങ്ങിയാൽ മതിയല്ലോ. ഈ 38 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും ഈ മനുഷ്യൻ എന്ത് ചെയ്തില്ല? അങ്ങനെ ഒരു തോന്നലേ ഉണ്ടായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെയാണ് പല പെന്തിക്കോസുകാരും. എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു പ്രസംഗം കേൾക്കുന്നതും എഴുന്നേക്കും, ഹല്ലേലൂയ പറയും, സ്തോത്രം പറയും, കൈയടിക്കും, ദൈവത്തെ സ്തുതിക്കും, ഉപദേശിയെ പറ്റിക്കുകയും ചെയ്യും. കാരണം എന്താണ്? എത്ര ദൂരം മുന്നോട്ട് വന്നോ അത്രയും ദൂരം പുറകോട്ട് ചെന്ന് കിടന്നല്ലാതെ ഇവർക്ക് സമാധാനം വരത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവവേദനേ, നമ്മൾ 30, 60, 100 മേനി ആയില്ലേലും ആയ തലത്തിൽ നിന്ന് താഴോട്ട് പോകരുത്. ഈ മനുഷ്യൻ തീരുമാനമെടുക്കുക മാത്രമല്ല, അവൻ അപ്പന്റെ വീട്ടിൽ ചെന്ന് ആ തീരുമാനം നിവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കളെ, തീരുമാനങ്ങളിൽ മടങ്ങി വരുവാൻ ഞാൻ ആത്മനിയോഗത്തോടെ നിങ്ങളെ ദൈവവചനം വായിച്ച് കേൾപ്പിച്ച് പ്രബോധിപ്പിക്കുന്നു. ദൈവസഭ മടങ്ങി വരണം, തീരുമാനങ്ങളിലേക്ക് മടങ്ങി വരണം. നിന്റെ കഷ്ടകാലങ്ങളിൽ എടുത്ത തീരുമാനം ദൈവം നിന്നെ സ്വാധീനിച്ചപ്പോ, ദൈവം സംസാരിച്ചപ്പോ, ദൈവം ഇടപെട്ടപ്പോ, നിന്റെ അതരം കൊണ്ട് പറഞ്ഞതായ തീരുമാനം അത് നിവർത്തിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. അപ്പന്റെ കരുണ. അപ്പൻ മകന് വേണ്ടി എന്ത് ചെയ്യായിരുന്നു? അവനെ സ്വീകരിക്കുവാൻ വേണ്ടി അവൻ പോയ വഴിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. മനസ്സിലാക്കണം, അവൻ പോയ വഴിയേ അപ്പൻ നോക്കിയിരുന്നത് പോലെ ആമേൻ അവൻ മടങ്ങി അവനെ മേൽപ്പരമായ അങ്കി കൊടുപ്പ്, അവന് അംഗീകാരം കൊടുപ്പ്, അവനെ കാലിന് ചെരുപ്പിട്ട് മോതിരം കൊടുപ്പ്, അവനെ വീട്ടിൽ അംഗീകരിച്ച ആ അപ്പന്റെ കരുണ, അപ്പന് മക്കളോട് കരുണ പോകുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോടുള്ള കരുണ അത് വലുതാണ്. അത്ഭുതം അത് ഒരു ദിവസം സംഭവിക്കുന്ന ഒന്നല്ല, നമ്മുടെ ആയുസ്സിൻ്റെ അവസാനം വരെ നമ്മെ പിന്തുടരുന്ന ഒന്നാണ്. പത്രോസിൻ്റെ ജീവിതത്തിലുള്ള ഒരു അത്ഭുതമാണ് നമ്മളിവിടെ വായിച്ചത്. പത്രോസിനെ നമ്മൾ പരിചയപ്പെടുന്നത് ബൈബിളിൽ മീൻ പിടിക്കാൻ പോയ പത്രോസാണ്. ഹല്ലേലൂയ. പത്രോസ് എത്ര വലിയ അത്യാഗ്രഹമുള്ള ആളായാലും ഒരു വള്ളവും കൊണ്ടുപോകുന്ന ആൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര അത്യാഗ്രഹം ഉണ്ടായാലും 2 വള്ളം മീൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുമോ? ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. പത്രോസിനോട് യേശു പറഞ്ഞു, മീൻപിടുത്തത്തിന് വേണ്ടി വല ഇറക്കാൻ പറഞ്ഞു. അപ്പോൾ പത്രോസിനോട് യേശു തൻ്റെ പടക് ചോദിച്ചു. പത്രോസ് വിട്ടുകൊടുത്തു, മീൻ പിടിക്കാൻ തുടങ്ങി. നമ്മളിവിടെ വായിക്കുന്നത് പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു. പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടു. വല കീറാറായി എന്നാണ് എഴുതിയിരിക്കുന്നത്. വല കീറാറായി. വലയിറക്കാൻ പറഞ്ഞപ്പം പത്രോസ് യേശുവിനോട് പറയണം, നാഥാ, രാത്രി മുഴുവനും അധ്വാനിച്ചു, എന്നിട്ടും
ഒന്നും കിട്ടിയില്ല. ഒരു കുഞ്ഞു മീന് പോലും, ഒരു നെത്തോലി പോലും കിട്ടിയില്ല. ആ മനുഷ്യൻ വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു. മാത്രമല്ല വല, എനിക്ക് ഒട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഈ വല കീറിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വല കീറിയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വലയും ഇല്ല, മീനും ഇല്ല. എന്താ വല കീറിപ്പോകാത്തതെന്താ? ഹല്ലേലൂയ. പ്രിയരെ, ദൈവം നമുക്ക് സമൃദ്ധി തരും, ഭയങ്കര സമൃദ്ധി തരും. ഞാൻ രാവിലെ പറഞ്ഞ് 70 വർഷം ജീവിക്കാനുള്ള, 80 വർഷം ജീവിക്കാനുള്ള സുഖവും ആരോഗ്യവും സമ്പത്തും തരാൻ വേണ്ടിയല്ല യേശു വന്നത്. യേശു വന്നത് നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്താണ് യേശു പറഞ്ഞത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ജീവൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ 80 വർഷം ദൈവം നമുക്ക് എത്രയാണോ ആയുസ് തന്നിട്ടുള്ളത് അത്രയും ആയുസ് തികയ്ക്കാനുള്ള സൗഖ്യവും ആരോഗ്യവും സമ്പത്തും അതിലുൾപ്പെടും. സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ അത് നിത്യജീവനാണ്. നിത്യജീവനാണ് ഏറ്റവും പ്രധാനം, നിത്യജീവനാണ്. അപ്പോൾ ജീവനും അതിൻ്റെ ഭാഗമായി നമുക്ക് ദൈവം എല്ലാം തരും. നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, തൊഴിൽ മേഖലയിൽ ഏത് മേഖലയിലാകട്ടോ നിങ്ങൾ പ്രയാസപ്പെടുന്നെങ്കിൽ ദൈവം അതിനെ മെച്ചപ്പെടുത്തും, ദൈവം വിടുതൽ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നിറച്ച് മീൻ തന്നിട്ട് ദൈവം എന്ത് ചെയ്യത്തില്ല? വല കീറിക്കളയത്തില്ല, കീറിക്കളയത്തില്ല, കീറിക്കളയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് വലിയ സമ്പത്ത് തരും, വലിയ അനുഗ്രഹങ്ങൾ തരും. എന്താണ് നമ്മൾ വായിക്കുന്നത്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ നമ്മെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നു, സ്വസ്ഥമായ ജലാശയത്തിനടുക്കലേക്ക് നമ്മെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഭൗതികമായ നന്മകൾ അനേകം ദൈവം തരും. ദൈവത്തെ മറക്കരുത്, അത്രയേ ഉള്ളൂ. നിനക്ക് സമ്പത്തുണ്ടായാൽ, നിനക്ക് നല്ല വീടുണ്ടായാൽ, നിന്റെ ശക്തി കൊണ്ട് ഇതെല്ലാം നേടിയെന്ന് നീ പറയാതെ ദൈവത്തിന് സ്വപ്നം പറയാനായിട്ടിടയാകണം. ഹല്ലേലൂയ. അപ്പോ വല കീറിക്കളയത്തില്ല എന്ന് പറഞ്ഞാൽ ഇറച്ചി മീനും എല്ലാം ഫ്രിഡ്ജ് നിറയെ തന്നിട്ട് കൊളസ്ട്രോളും കൂടി തരത്തില്ല എന്ന്. ഹല്ലേലൂയ. ഡയബറ്റീസ്, ചില ആളുകളൊക്കെ ഡയബറ്റീസൊക്കെ ആകുമ്പോൾ റബറിൻ്റെ ആയതുപോലെയാണ്, വലിയ ഗമയാണ് ഈ കാലഘട്ടത്തിൽ. ഈ ജനറൽ ആശുപത്രി എന്നൊക്കെ പറയും, ആ ടൈപ്പ് ആളുകളൊക്കെ കൊളസ്ട്രോൾ, ഷുഗർ, എനിക്കിപ്പം ഡയബറ്റീസ് എന്നൊക്കെ വലിയ ഗമയിൽ പറയണതാണ്. എന്തോ ഇവരിപ്പം എന്തോ റബറിൻ്റെ ആയ പോലെയാണ്. ഈ ചിക്കൻ ബോസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, ചിക്കൻ ബോസ്. അത് വന്നാൽ സുഖമാവോ ഇല്ലയോ? സുഖമാവും. എത്ര ദിവസമാകുമ്പോൾ സുഖമാവും? 7 ദിവസമാകുമ്പോൾ സുഖമാവും, 8ാമത്തെ ദിവസമാകുമ്പോൾ കുളിക്കാൻ പറ്റും, 9ാമത്തെ ദിവസമാകുമ്പോൾ ജോലിക്ക് പോകാനായിട്ട് പറ്റും. അതെ, 12 ദിവസമാകുമ്പോൾ സുഖമാവോ? അല്ല, 16 ദിവസമാകുമ്പോൾ സുഖമാവോ? സുഖമാവോ ഇല്ലയോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഡയബറ്റീസ് വന്നാൽ എപ്പോൾ സുഖമാവും? ഡയബറ്റീസ് വന്നാൽ സുഖമാവോ? ആവൂലേ? അപ്പോൾ ഇതാണ് ഇതാണ്. അപ്പോൾ ചില അസുഖം വന്നാൽ സുഖമാവും, ചില അസുഖം വന്നാൽ സുഖമാവില്ല. ദൈവമക്കളായ ഇത്തിരി ദേഷ്യം വേണം. ദേഷ്യം എന്ന് പറയുമ്പം ഭാര്യ ഭർത്താവിനോട് ചെന്ന് ദേഷ്യപ്പെടണമെന്നല്ല, ആകെ പ്രശ്നമാകും. ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടണമെന്നല്ല, ഒരു ഘനശാലിത്യം വേണം, ഒരു ഗൗരവം വേണം. ഇപ്പോൾ നമ്മുടെ മുതുവിലെ ഒരു ഈച്ച വന്നിരുന്നു. നമ്മളെന്തോ പറയും? ഈച്ചയോട് എന്തോ പറയും? എൻ്റെ വയറിലോട്ട് കയറിക്കോ ഈച്ചയെന്ന് പറയുമോ? ഇല്ല. നമുക്ക് അവിടെ അടിക്കാൻ പറ്റത്തില്ല, എന്നാലും നമ്മളെന്ത് ചെയ്യും? അടിക്കും. അപ്പോൾ നമ്മുടെ കയ്യേലൊരു ഈച്ച വന്നു, നമ്മളെ മുഖത്തോട്ട് കയറിക്കോ എന്ന് പറയുമോ? ഒരു കൊതു വന്നാൽ, ഈച്ച വന്നാൽ പറയാം, നമ്മളെന്ത് ചെയ്യുന്നു? അതിനെ ആട്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കും, അല്ലേ? കോഴി വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലോട്ട് ഒരു കോഴി കയറി വന്നാൽ എന്തോ പറയും? സ്വീകരണ മുറിയിലോട്ട് കയറിക്കോ കോഴിയെന്ന് പറയുമോ?
ഭോ കോഴി എന്ന് പറയുന്നത് 3 വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ കേൾക്കാം, അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം വന്നാൽ ആ രോഗത്തെ അങ്ങ് താലോലിച്ച് അതിനോടങ്ങ് സഹകരിച്ച് അതിനെ അങ്ങ് താലോലിച്ച് അതിനൊരു റവറണ്ട് ഒരു സ്ഥാനവും കൊടുത്ത് അങ്ങ് പോകരുത്, ഒരു ഗമയിൽ അങ്ങ് പോകരുത്. അതിനെ വെറുക്കണം. ആ രോഗത്തോട് പറയണോ, രോഗമേ നിന്നെ എനിക്ക് ഇഷ്ടമില്ല, നീ എൻ്റെ ശരീരത്തിൽ നിന്ന് പോന്ന് പറയണം. അപ്പോഴും നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അങ്ങനെ പറഞ്ഞോ പോവോ പാസ്റ്ററെ? പോയില്ലെങ്കിലും പറയുന്നത് പാപമൊന്നും അല്ലല്ലോ, നമുക്ക് പറയാമല്ലോ, എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുമെന്ന് പറയാമല്ലോ. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. 27:2 അല്ലേ? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഹല്ലേലൂയ. അത് ഏത് രോഗമായാലും ഏത് രോഗാത്മാവായാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇടറി മാറിയേ മതിയാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് രോഗശാന്തി അവരവർ പ്രാപിക്കേണ്ടതാണ്. അത് വിശ്വാസത്തോടെ പ്രാപിക്കേണ്ടതാണ്. അത് പ്രാർത്ഥനയും ഭക്തിയോടെ അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതാണ്. അവരവർ പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നത് പോലെ അത് പ്രാപിക്കേണ്ടതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കൃപാവരങ്ങൾ പ്രാപിക്കുന്നത് പോലെ അത് നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്? നിന്റെ ദൈവമായ യഹോവയെ തന്നെ നീ സേവിക്കുക, എന്നാൽ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിച്ചു തരും, നിന്റെ രോഗത്തെ നിന്റെ നടുവിൽ നിന്ന് നീക്കി കളയും. ഹല്ലേലൂയ. അതിൽ ഡയബറ്റീസ് നീങ്ങപ്പില്ല എന്ന് പറയുന്നില്ല, ഏതെങ്കിലും പ്രത്യേകമായ ഒരു രോഗം നീങ്ങപ്പില്ല എന്ന് പറയത്തില്ല. എല്ലാ രോഗവും രോഗം തന്നെയാണ്. നിന്റെ കാര്യത്തിൽ നിന്നെ സൗഖ്യമാക്കുന്ന ഒരു നല്ല വൈദ്യനുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ദൈവസൈന്യയുടെ വ്യാപാരപ്പാൽ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന എല്ലാ ജനത്തിന്റെ മേലും ഒരു സൈന്യയുടെ വ്യാപാരം, ഒരു അസാധാരണമായ ദൈവസൈന്യയുടെ വ്യാപാരം. ആ മനുഷ്യൻ്റെ തലയെ കൈവച്ചിട്ട് ഒരു പ്രവാചകൻ പറയാണ്, നിന്നെ ഇന്ന് മുതൽ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആക്കുമെന്ന് പറഞ്ഞാവൂ. 10ാം ക്ലാസ് തോറ്റവൻ, തയ്യൽ പഠിച്ച് ജീവിക്കുന്നവൻ. അപ്പം അത് വേറൊന്ന്, തയ്യൽ അത് വേറൊന്ന്, കമ്പ്യൂട്ടർ അത് വേറൊന്ന്. അതിനേക്കാൾ എത്രയോ പ്രയാസകരമാണ് മീൻ പിടിക്കുന്ന ഒരുവൻ മനുഷ്യനെ പിടിക്കുന്നവനാകുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പത്രോസ്, നീ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത, നീ ഒരിക്കൽ പോലും പരിചയിച്ചിട്ടില്ലാത്ത, നീ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത, ആഗ്രഹിക്കാത്ത ഒരു തലത്തിലേക്ക് നിന്നെ ഞാൻ കൊണ്ടെത്തിക്കും. ഇന്ന് രാത്രി ഞാൻ വെളിപ്പാടിൽ എന്റെ ആത്മാവിൽ ഞാൻ കണ്ടിട്ട് പറയാണ്, ഇന്ന് രാത്രി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷയോടെ ഇരുന്നിട്ടില്ലാത്ത ഒരു തലത്തിലേക്ക് ദൈവാത്മാവ് ചിലരെ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ യോഗത്തിൻ്റെ സമയം ഇവിടെ അസ്തമിക്കാറായി വരികയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവമക്കളെ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത്ഭുതം അത് ഒരു ദിവസം സംഭവിച്ചു നിൽക്കുന്നതല്ല. നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ കണ്ടില്ലേ അത്ഭുതം? അതിൻ്റെയും തുടരുന്നതാണ്. പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തിൽ കണ്ട അത്ഭുതമില്ലേ? അവൻ്റെ വയസ്സാം കാലത്തോ അവൻ്റെ കഷ്ടതയുടെ കാലത്തോ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് വരുമ്പോഴും അത്ഭുതം അവനെ പിന്തുടരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൂതൻ അവിടെ വന്നു. പത്രോസിൻ്റെ വിലാപ്പുറത്ത്
തട്ടി. എന്നിട്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കൈമേൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു. അവൻ എഴുന്നേറ്റു. അവൻ നടക്കാൻ തുടങ്ങി. കാരാഗ്രഹത്തിൻ്റെ അകത്ത് നിന്നാണ് അവൻ പുറത്തോട്ട് പോകുന്നത്. 1-ാം വാതിലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത് കാരാഗ്രഹത്തിൻ്റെ പ്രധാന വാതിൽ എന്ന് പറയുന്നത് അതാണ് 1-ാമത്തെ വാതിൽ. പട്ടണത്തിലേക്ക് കിടക്കുന്ന അതാണ് 1-ാമത്തെ വാതിൽ. പക്ഷേ അകത്തുനിന്ന് പോകുമ്പോൾ വേറെയും വാതിലുകൾ ഉണ്ട്. അവനെ വച്ചിരുന്ന സെല്ല് അത് താനേ തുറന്നു. അത് പത്രോസ് കണ്ടില്ല. അടുത്ത വാതിൽ അതും താനേ തുറന്നു. അങ്ങനെ 1-ാം വാതിൽ, 2-ാം വാതിൽ, അത് ഉള്ളിൽ നിന്ന് പോകുമ്പോൾ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം തുറന്നു. പട്ടണത്തിൻ്റെ പുറത്തേക്ക് പോകുന്ന വലിയ ആന, ഒട്ടകം, ഇതൊക്കെ വരാൻ പറ്റിയ അത്രയുള്ള വലിപ്പമുള്ള വാതിൽ. അത് നോക്കുമ്പോൾ ആ ഇരുമ്പ് വാതിൽ എന്ത് ചെയ്യാണ്? താനേ, എല്ലാ വാതിലുകളും താനെയാണ് തുറക്കുന്നത്. താനേ തുറക്കുന്ന വാതിൽ. ഞാൻ 1993 ഗൾഫിൽ ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി പോയി. അപ്പോൾ പോയതിൻ്റെ 2-ാമത്തെയോ 3-ാമത്തെ ദിവസം ഒരു വലിയ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഏകദേശം ഒരു 150-200 മീറ്ററോളം നീളം വരും ആ കെട്ടിടം. അതിൻ്റെ പകുതിയോളം വീതി വരും. അതിന് 4 കവാടങ്ങളുണ്ട്. ഇത്രയും വലിയ കെട്ടിടം മുഴുവനും അതിന് ഭിത്തി ഗ്ലാസ്സാണ്. നമ്മൾ പുറത്ത് നോക്കുമ്പോൾ അകത്ത് വളരെ കൃത്യമായിട്ട് കാണാം. ഇതിലൊന്നിലൂടെ ഞാൻ അകത്ത് കയറാൻ പോവുകയാണ്. അപ്പോൾ പണിതിരിക്കുന്ന ഇതൊരു വാതിലാണ് എന്നറിയാം. പക്ഷേ ഈ വാതിൽ തുറക്കാനായിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിങ്ങനെ വാതിലിനോട് അടുക്കുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു തുറക്കണമോ, അങ്ങനെ ഒരു ഹാൻഡിലോ ഒന്നും അവിടെ ഇല്ല. ഇനി തള്ളി തുറക്കണമോ, അപ്പോൾ അതും മനസ്സിലാകുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തുന്നതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി പിന്നെ ഇങ്ങനെ സൈഡിലോട്ട് മാറ്റുന്നതായിരിക്കും. അപ്പോൾ അതുമല്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടെ ഗൾഫാണ്, നമ്മളെ ആളുകൾ വന്ന് സ്വീകരിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. അപ്പോൾ എന്നെ സ്വീകരിച്ച് ആരെങ്കിലും കൊണ്ടുപോകും. അപ്പോൾ ഇനി അകത്തെന്നേ തുറക്കാൻ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ആരും വരുന്നില്ല. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാൻ ഉണങ്ങി മെലിഞ്ഞ ഒരു മനുഷ്യനായതുകൊണ്ട് എന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ ആടി നോക്കി. ആരും വരുന്നില്ല. അപ്പം ഞാൻ 2 ചവിട് മുമ്പോട്ട് നോക്കി, ഒന്നുകൂടി ആങ്ങി നോക്കി. ആരും വരുന്നില്ല. ഞാൻ കുറച്ചുകൂടി നീങ്ങി ആടിയതും വാതിൽ താനെ തുറന്നു. ഞാൻ പേടിച്ചു പോയി. ഞാൻ പുറകോട്ട് മാറി. അപ്പോൾ വാതിൽ താഴെ അടഞ്ഞു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടി വാതിലിനോട് അടുത്തപ്പോൾ താനെ തുറന്നു. പിന്നെയും പുറകോട്ട് മാറിയപ്പോൾ താനെ അടഞ്ഞു. പിന്നെയും മുമ്പോട്ട് പോയപ്പോൾ വാതിൽ താനെ തുറന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി ഇവിടെ ഗൾഫാണ്, ഇവിടുത്തെ വാതിൽ താനെ തുറക്കും. ഞാൻ അകത്തോട്ട് കയറിയതും ഇത് അടഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇത് തുറക്കൂ. ഞാൻ കുറച്ചുകൂടി വാതിലിനോട് എടുത്തപ്പോൾ പിന്നെ അത് തുറന്നു. പിന്നെയും മുമ്പോട്ട് നീങ്ങിയപ്പോൾ അത് അടഞ്ഞു. എൻ്റെ ചിന്ത ബൈബിളിലേക്ക് പോയി. ഇത് ഒരു 125 വർഷം ഒക്കെ ആകുന്നേ ഉള്ളൂ ഈ സംവിധാനം, ശാസ്ത്രം കണ്ടുപിടിച്ചിട്ട്. ഒരു മനുഷ്യൻ അവിടെ ചെല്ലുന്നു, അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം, അത് വർക്കാവുന്നു, താനെ തുറക്കുന്നു, താനെ അടയുന്നു. ഈ സംവിധാനം കണ്ടുപിടിച്ചിട്ട് എത്ര വർഷമായുള്ളൂ? 100 വർഷം കഴിയുന്നേ ഉള്ളൂ. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ നടന്ന സംഭവം 2000 കൊല്ലം മുമ്പാണ്. ഈ കാരാഗ്രഹം പണിതത് അതിനും 500 കൊല്ലം മുമ്പാണ്. അപ്പോ 2500 കൊല്ലം മുമ്പ് പണിത കാരാഗ്രഹം ഈ സിസ്റ്റത്തിലല്ല പണിതിരിക്കുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ഒരു സിസ്റ്റം ശാസ്ത്ര ലോകത്തിന്റെ സ്വപ്നത്തിൽ പോലുമില്ല. അങ്ങനെ പുരാതനമായ കാലത്ത് ഒരു ഭക്തന്റെ മുമ്പിൽ വാതിൽ താനേ തുറന്നു. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? പ്രാർത്ഥനയോടെ നമുക്ക് പിരിയാൻ കഴിയും. പ്രിയരെ, ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമാണ്. ആത്മീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായാണ്, ഏറ്റവും ഉത്തമമായ ജീവിതമാണ്. യേശു പറഞ്ഞു, ഞാൻ വാതിലാണെന്ന് പറഞ്ഞവൻ നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും
ആരും തുറക്കാതെ വണ്ണം അടയ്ക്കാൻ ശക്തനായവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കാൻ ശക്തനായവൻ, നിനക്ക് തുറന്നതും വിശാലവുമായ ഒരു വാതിലൊരുക്കുവാൻ ശക്തനായവൻ, പത്രോസിന് വേണ്ടി കാരാഗൃഹത്തിൽ വന്ന് സാക്ഷാൽ വാതിലായി മാറി ഒരു ഭക്തന്റെ മുമ്പിൽ അവൻ ഒരിക്കലും തുറക്കാൻ സാധ്യതയില്ലാത്ത വാതിൽ അത് താനേ തുറന്നെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഇന്ന് രാത്രി അത് താനേ മാറിപ്പോവുകയാണ്. ഞാൻ വളരെ നിയോഗത്തോടെ ആരംഭ സമയം വിളിച്ചു പറഞ്ഞ വാക്യം ഒന്നുകൂടി പറയുന്നു. ആരും ഓടിക്കാതെ ദുഷ്ടന്മാർ ഓടിപ്പോകുന്നു, നീതിമാന്മാരോ അതെ സിംഹം പോലെ നിർഭയമായി വസിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ രാത്രിയാണ്, ദൈവസഭയുടെ രാത്രിയാണ്, ദൈവമക്കളുടെ ജയത്തിന്റെ രാത്രിയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ രാത്രിയാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു സങ്കടം രണ്ട് കൈയും നീട്ടിപ്പിടിച്ച് മുഖം സ്വർഗത്തേക്ക് ഉയർത്തിയിട്ട് ഒരേ ഒരു മിനിറ്റ് ദൈവത്തിന് മുമ്പിൽ പറഞ്ഞ് പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം രണ്ട് കൈയും നീട്ടിപ്പിടിച്ച് മുഖം സ്വർഗത്തേക്ക് നോക്കിയിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പറഞ്ഞു പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തിരുത്തൽ വരേണ്ടതായ ചില ഉപദേശ സത്യങ്ങൾ ദൈവാത്മാവ് പകലും രാത്രി സംസാരിച്ചു കൊണ്ടിരുന്നു. നിങ്ങൾക്ക് ബോധ്യമായ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിരുന്ന ഉപദേശം ഏറ്റെടുത്തും കൊണ്ട് ആത്മാർത്ഥമായി ഒരു മിനിറ്റ് സമയം പ്രാർത്ഥിക്കൂ. പിതാവേ, ഈ ജനത്തോട് അങ്ങ് പറയാൻ പറഞ്ഞ അങ്ങയുടെ വചനങ്ങൾ, അങ്ങനെക്ക് തന്ന ആ വെളിപ്പാട് ദൈവമേ ഈ ജനത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന നിലയിൽ, എന്നെക്കൊണ്ട് സാധിക്കുന്ന നിലയിൽ കർത്താവെ ഞാൻ ലളിതമാക്കി കൊടുത്തു. ആ വചനത്തിൻ്റെ മുമ്പിൽ ഇതാ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പാകെ അടുത്ത് വരുന്ന ഈ ജനത്തോട് ക്ഷമിക്കണമേ. ഈ ജനത്തോടും അവരുടെ മക്കളോട് ക്ഷമിക്കണമേ. അടിയങ്ങളോടും അടിയങ്ങളുടെ മക്കളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും കുറ്റങ്ങളും എല്ലാം ക്ഷമിക്കണമേ. ഈ ജനത്തോട് ക്ഷമിക്കണമേ. ഈ അങ്ങയുടെ ദാസന്മാരായി ഞങ്ങൾ ഒരുമിച്ച് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ ജനത്തോട് ക്ഷമിക്കണമേ. കർത്താവേ, ഈ ജനം ഇപ്പോൾ ദൈവമുമ്പാകെ അവരുടെ ഏറ്റവും വലിയ സങ്കടവുമായി ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഈ ജനത്തിന് വേണ്ടി അങ്ങ് അത്ഭുതം ചെയ്യണമേ. കർത്താവേ, ഈ ജനത്താൽ പരിഹരിച്ച് ക്രമപ്പെടുത്താൻ കഴിയാത്ത എല്ലാ കാര്യവും ഇന്ന് രാത്രി പരിഹരിക്കണമേ. ഇവരുടെ ജീവിതത്തിന്റെ പണ്ടുകാലങ്ങളിൽ കണ്ട അത്ഭുതം ഇന്നത്തെ ദിവസം അത് ആവർത്തിക്കപ്പെടട്ടെ. ഈ ജനത്തിന്റെ പേരിൽ ഒരു അത്ഭുതം നടക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കട്ടെ. ബിഹാറ മന ബൗഷ റമാന ഹസൽ ജീസസ് ഹസൽ വാതിലാകുന്നവൻ ഈ ജനത്തിന് വേണ്ടി ഒരു അത്ഭുതം പുറക്കണമേ. അങ്ങനെ സംഭവിക്കട്ടെ. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ദൈവത്തെ സ്തുതിച്ചോളൂ. വാതുറന്ന് ദൈവത്തെ സ്തുതിച്ചോളൂ. നല്ല ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിച്ചോളൂ. അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കാൻ കൃപ ലഭിച്ചവർ അന്യഭാഷയോടെ ദൈവത്തെ സ്തുതിച്ചോളൂ. രണ്ട് കരങ്ങൾ ചേർത്തടിച്ച് കൈത്താളങ്ങളോടെ ദൈവത്തെ സ്തുതിച്ചോളൂ. ഇപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ ജനത്തിന്റെ മേൽ വരണമേ. കർത്താവേ, പിതാവേ, so vairamana bavaragasini so huravaravaravaravara hadaragarajagamdhinuma hasaragaragashe പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ സകല ജനത്തെയോ തിരുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്മാരാ ഞങ്ങൾ ഒരു മനസ്സോടെ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിന്റെ മേലൊരു അത്ഭുതം സംഭവിക്കട്ടെ. ഈ ജനം വിടിവിക്കപ്പെടട്ടെ. ഇന്ന് രാത്രി വിടിവിക്കപ്പെടട്ടെ. അങ്ങനെ
ഹല്ലേലൂയ 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 glory balagala jabada basambala dala jala dara jala vigala bana basamdala jala dara dara jala uchala gajala bana basamdala dirava nagamdara uchala gajala bana dara jala digana bana dara jala dara vigala bana basamdala bana 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 basabala dala bana 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 vigala bana nagamdara jabala bana bana basamdala dara jala Vigadara hamdala rivajala varadara jaladara Vigavachavana varavadavas hamdala jaladara jaladara Ibalara baladara jaladara jaladara Vivala hamdala rigajala varadara jaladara Glory to Lord, glory to Lord, hallelujah. Thank you Lord, thank you Lord, thank you Lord, hallelujah. ഹാലേലൂയ ഹാലേലൂയ. ദൈവദാസന ദൈവശക്തമായി കരങ്ങളിൽ ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം, ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരോട് നമ്മുടെ ഹൃദയങ്ങളോട് വാസ്തവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞല്ലോ, പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന വളരെ നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഹല്ലേലൂയ പ്രാർത്ഥന വളരെ വളരെ പ്രധാനപ്പെട്ടതുമാണത്. അല്ലെങ്കിൽ സവസത്തയോടെ പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ പത്രോസിനെ വിടുവിപ്പാൻ വേണ്ടി ഹല്ലേലൂയ അവന് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരുന്നിട്ടും ഹല്ലേലൂയ ഹല്ലേലൂയ അവിടെ ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ മുമ്പിൽ തുറക്കാത്ത ഹല്ലേലൂയ വാതിലുകളില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മോട് ഇടപെട്ടല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശത്രുഭയത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് എന്ന് നമ്മോട് വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിച്ചല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവസഭസതയോടെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങുമ്പോൾ, ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ അഴിഞ്ഞു വീഴേണ്ടത് അഴിഞ്ഞു വീഴും. ഹല്ലേലൂയ ഹല്ലേലൂയ. അഴിഞ്ഞു വീഴേണ്ട ചങ്ങലകൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മളെ മുന്നോട്ട് പോകുവാൻ പലപ്പോഴും അനുവദിക്കാതെ ഹല്ലേലൂയ പലപ്പോഴും ഹല്ലേലൂയ ബന്ധിക്കുന്ന ഹല്ലേലൂയ ആത്മീയമായി ബന്ധിക്കുന്ന ഭൗതികത്തെയും നമ്മുടെ ശാരീരികത്തെയൊക്കെ ബന്ധിക്കുന്ന അന്യായ മണ്ഡലങ്ങൾ, രോഗബന്ധനങ്ങൾ ഹല്ലേലൂയ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോൾ, ദൈവം തന്നെ വചനം അയക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ അത് അഴിഞ്ഞു വീഴുമെന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടല്ലോ. ആ ദൈവ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിറയ്ക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ നമ്മെ കീറിക്കളയുന്ന ദൈവമല്ലെന്ന് അല്ലെങ്കിൽ നമ്മോട് ശക്തമായി ഇടപെട്ടല്ലോ. ശത്രു നമ്മെ കയറിക്കളയുവാൻ നമ്മുടെ ദൈവം നമ്മെ അനുവദിക്കാതെ, അല്ലെങ്കിൽ ശത്രുവിനെ അനുവദിക്കത്തില്ല. അവൻ നമ്മെ ഹല്ലേലൂയ ഉപേക്ഷിച്ച് കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമാണെന്ന്. ഹല്ലേലൂയ അകന്നുപോയ മകനെ പോലും മടങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ ചേർത്ത് പിടിച്ച ഒരു കർത്താവാണ് നമുക്കൊരു കർത്താവെന്നും, അതുകൊണ്ട് ഹല്ലേലൂയ മനസ്സാന്തരപ്പെട്ടാൽ കർത്താവ് നമ്മോട് കരുണ കാണിക്കുമെന്ന്. ഹല്ലേലൂയ ഇന്ന് രാത്രി കാലം വിശ്വാസ പ്രാർത്ഥനയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടെങ്കിൽ ദൈവജനമേ ആ ദൂത് ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സഭയായി അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്കൊന്ന് മടങ്ങി വരാം. ഗ്ലോറി ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ദൂതൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഇറങ്ങിയപ്പോൾ, കർത്താവ് തന്റെ ദൂതനെ അയച്ചപ്പോൾ ഹല്ലേലൂയ കാരാഗൃഹത്തിന്റെ വാതിലുകൾ സ്വതവേ തുറന്നതുപോലെ നമുക്ക് വേണ്ടി സ്വർഗം വഴികൾ തുറക്കാൻ പോകുന്നത് കേൾപ്പിച്ചല്ലോ. അല്ലെങ്കിൽ നന്ദി നന്ദി കർത്താവേ നന്ദി. തൻ്റെ ജനത്തിന് വേണ്ടി അവിടെ നിന്ന് മിറക്കിൾസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ വിലപ്പെട്ട വൃത്യനെ അവിടെ നിന്ന് ഉപയോഗിച്ചനായി സ്തോത്രപ്പച്ച. പ്രത്യേകാല ദേവദാസനോടുള്ള ഹല്ലേലൂയ ദേവദാസനെ ദൈവശക്തമായി ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ബലറുടെ സെക്ഷൻ്റെതായ ശുശ്രൂഷകൾ ഹല്ലേലൂയ പ്രിസ്പെക്ടറായി തന്നെ ഹല്ലേലൂയ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകടങ്ങളിൽ അയച്ച കർത്താവ് ശക്തമായി പിന്നെയും ഉപയോഗിക്കേണ്ടതിന്, അനേകർക്ക് അനുഗ്രഹമായി തീരേണ്ടതിന് നമുക്ക് ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സഭയും ദേവദാസനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇപ്പോൾ കർത്താവിന് വിലയേറിയ ദാസൻ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നതാണ്.
നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. നിത്യനും പരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ ഓമനകുമാരനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രിയിലും അവിടുത്തെ തിരുപാദപീഠത്തിലേക്ക് അടുത്തു വരുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപകൾക്കായും സ്തുതി കരേറ്റുന്നു. കർത്താവേ, ഇന്ന് പകലും രാത്രിയിലും അവിടുത്തെ വിലയേറിയ ദാസനെ ഞങ്ങളുടെ മധ്യേ അയച്ച് മാറ്റമില്ലാത്ത നിൻ്റെ ആലോചന ഞങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന കൃപയ്ക്കായി സ്തോത്രം. പൊന്നപ്പച്ച പത്രോസിനെ മരണം മുൻപിൽ കണ്ടുകൊണ്ട് കാരാഗൃഹത്തിൻ്റെ അന്തർഭാഗത്ത് കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയെ പൊളിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ളത് ലോകത്തിന് വെളിപ്പെടുത്തി നിന്റെ ദൂതനെ ഇറക്കി അവൻ്റെ വിലാപ്പുറത്തു തട്ടി അവനെ പുറത്ത് കൊണ്ടുവന്ന ദൈവമേ, അവനെ കൊണ്ട് വലിയവ പിന്നെയും ചെയ്തെടുപ്പിച്ച ദൈവമേ, ഞങ്ങളെക്കുറിച്ചുള്ള നിന്റെ പദ്ധതി വലുതാകയാൽ നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ചിറകിൻ്റെ മറവിൽ എല്ലാവരെയും മറച്ചുകൊള്ളും. സഭയായി പ്രസ്ഥാനമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. നാളത്തെ ആരാധനയെ അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനെ അനുഗ്രഹിക്കും. നാളെ നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹകരമായി നടക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം. അവിടുത്തെ കൃപയിൽ എല്ലാവരെയും പൊതിയും. വരവിനായി ഒരുക്കും. മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ പിതാവേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേൽ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ വിശേഷാൽ ഇന്ന് പകലും രാത്രിയിലും കർത്താവേ, അവിടുത്തെ വചനം ആധികാരികമായി ഞങ്ങളുടെ മധ്യയെ ശുശ്രൂഷിച്ച അവിടുത്തെ വിലയേറിയ ദാസന്റെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. കർത്താവായ യേശുവേ, എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. നാളെ രാവിലെ 9 മണിക്ക് സൺഡേ സ്കൂളും 10 മണിക്ക് ആരാധനയും ഉണ്ടായിരിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി സംബന്ധിക്കുക. സ്തോത്രം.